എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തില് ശിമയോൻ ഈശോയെ കുറിച്ച് നടത്തുന്ന പ്രവചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ശിമയോൻ ഈശോയെ കയ്യിലെടുത്തുകൊണ്ട് പറയുകയാണ്, പിന്നെ ഇസ്രായേലിൽ പലരുടെയും ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണമാകും, പിന്നെ എന്നും ഒരു വിവാദ വിഷയമായ അടയാളവുമായിരിക്കും, എന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുമെന്നൊക്കെ പരിശുദ്ധ അമ്മയെ നോക്കി പറയുകയാണ്. ഈ പ്രവചനങ്ങളെല്ലാം ഇന്നും അന്വർത്ഥമായി കൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇന്നും ഈശോ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ പലരുടെയും ഉയർച്ചയ്ക്കും തിന്മ ചെയ്യുന്നവരുടെ പതനത്തിനും കാരണമാകുന്നുണ്ട്. പലയിടങ്ങളിലും ഈശോ ഇന്നും വിവാദ വിഷയമായ ഒരു അടയാളവുമായിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഹൃദയത്തിലൂടെ സഹനത്തിൻ്റെതായിട്ടുള്ള വാൾ തുളച്ചു കയറിയതെല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, നമ്മൾ അറിഞ്ഞിട്ടുള്ളതുമാണ്. ഇന്നത്തെ സുവിശേഷഭാഗം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് ഈ വർഷത്തിലെ ഏറ്റവും അവസാനത്തെ ദിവസമാണ്. ഇന്നത്തെ ദിവസത്തില് ഈ ഒരു വർഷകാലം മുഴുവൻ എനിക്ക് ഈശോയുടെ കൂടെ നടക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ശിമയോൻ പറഞ്ഞതുപോലെ തന്നെ പലരുടെയും ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും ഇത് കാരണമാകും, ഇവൻ കാരണമാകും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈശോയുടെ കൂടെ നടന്നത് എനിക്ക് ഈ ഒരു വർഷം ഉയരാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അതോ പലപ്പോഴൊക്കെ ഈശോയുടെ കൂട്ടുവിട്ട് തിന്മയുടെ കൂട്ടുപിടിച്ചിട്ട് ചിലപ്പോഴൊക്കെ എൻ്റെ പതനത്തിന് കാരണമായിട്ടുണ്ടോ? ഈ ഒരു വർഷക്കാലം എനിക്ക് എങ്ങനെയായിരുന്നു? ഇന്നത്തെ ലേഖനഭാഗത്തിൽ പൗലോസ്ലീഹ പറയുന്നത് പോലെ തന്നെ ദൈവം നമ്മുടെ കൂടെയെങ്കിൽ, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും? ഈ ഒരു വർഷക്കാലം ദൈവത്തിന്റെ കൂടെ നിൽക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ? നമുക്ക് ആത്മശോധന ചെയ്യാം. അങ്ങനെ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ ദൈവത്തിന്റെ കൂടെ നടക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പുതിയൊരു വർഷത്തില് ദൈവത്തിന്റെ കൂടെ നിന്നിട്ട് ഉയരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ.